നമസ്കാരം, ഞാൻ ഷെബീർ അൽഹിന്ദ് കോട്ടക്കൽ. ഇപ്പോൾ ഉള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പുതിയൊരു ഫെസിലിറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ യാത്രക്കാർക്ക് ഇനി താമസിക്കാൻ, എയർപോർട്ടിൻ്റെ അകത്ത് താമസിക്കാനുള്ള ഒരു ഹോട്ടൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 0484 എയറോ ലോഞ്ച് എന്നാണ് അതിൻ്റെ പേര്. ആ ഹോട്ടലിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് അത്ര വലിയ ലോ ബജറ്റൊന്നുമല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം പെട്ടെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊന്ന് വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ ദൂരത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ നേരത്തെ അവിടെ എത്തിയിട്ട് നമ്മൾ പുറത്ത് ഹോട്ടൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ ആ സമയത്ത് ഒരു വാഹനം പിടിച്ച് ഇങ്ങോട്ട് വരണം. അതൊന്നും വേണ്ട, നമുക്കതിനുള്ളൊക്കെ സൗകര്യം. ഒരു VIP റൂം തന്നെ എന്ന് പറയാം. നമുക്ക് എന്തായാലും അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. ആ കാണുന്നതാണ് ടെർമിനൽ 1. അതേപോലെ തന്നെ നമ്മുടെ ഈ കാണുന്നതാണ് ടെർമിനൽ 3 ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആ കാണുന്നതാണ് ഡൊമസ്റ്റിക്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ടെർമിനൽ 2 എന്ന് പറഞ്ഞ ആ ഭാഗത്താണ് ഈ ലോഞ്ച് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലുക്കാണ്. ഫ്രണ്ട് ഡോർ തുറന്ന ഉടനെ തന്നെ എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നത് പോലുള്ള മെറ്റൽ ഡിറ്റക്ടർ കടന്നിട്ട് വേണം റിസപ്ഷനിലേക്ക് പ്രവേശിക്കാൻ. റിസപ്ഷനിലേക്ക് എത്തിയാൽ തന്നെ അതിശയിപ്പിക്കുന്ന ഇൻറ്റീരിയർ, ഒരു 7 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിനെ വെല്ലുന്ന രീതിയിലുള്ള അതിഗംഭീരമായ ഇൻറ്റീരിയറാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു ബാർ കൗണ്ടറിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല. തൊട്ടടുത്ത് തന്നെ എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ ഒരു വലിയ വിശാലമായ സ്മോക്കിംഗ് സോൺ, തൊട്ടടുത്ത് തന്നെ വളരെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സൗകര്യം. പിന്നെ റിസപ്ഷനോട് ചേർന്ന് ചുറ്റും പല ഭാഗങ്ങളിലായി ഷോപ്പിംഗ് റൂമുകളാണ്. ഈ ഷോപ്പിംഗ് റൂമുകളിൽ ഇപ്പോൾ കുറച്ചെണ്ണം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. പിന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കാണുന്ന പോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോമൺ റെസ്റ്റ് റൂം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇവിടെ ആധുനിക രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ലോഞ്ചിൽ കോവർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള വിശാലമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ദിവസത്തിനായിട്ടും ഒരു മാസത്തിനായിട്ടും ഒക്കെ വിവിധ പാക്കേജുകളിൽ ലഭ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒഫീഷ്യൽ കോൺഫറൻസുകൾ നടത്താനുള്ള ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ബോർഡ് റൂമുകളുണ്ട്. 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ മറ്റൊരു കോൺഫറൻസ് ഹാള്, ഇതൊക്കെ ഈ ലോഞ്ചിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടെ താമസിക്കാനുള്ള റൂമുകളൊന്ന് നോക്കാം. എനിക്ക് കിട്ടിയത് ഈ 27-ാം നമ്പർ റൂമാണ്. ഭംഗിയായി ഇൻറ്റീരിയർ ചെയ്ത വിശാലമായ റൂമിൽ വെള്ള പുതച്ച ഒരു ഡബിൾ കോട്ട്. പിന്നെ സാധാരണ ഹോട്ടലിൽ കാണുന്ന പോലെ തന്നെ വലിയൊരു കബോർഡിനകത്തൊരു ലോക്കർ. ഒരു സാധാരണ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസുകളും റൂമിനകത്ത് തന്നെയുണ്ട്. ഞാനെടുത്തത് ഡിലക്സ് റൂമാണ്. സൂട്ട് റൂമും ഇവിടെ അവൈലബിൾ ആണ്. മിനിമം 6 അവേഴ്സിനെങ്കിലും റൂം എടുക്കണം. പിന്നെ 12 അവേഴ്സ്, 24 അവേഴ്സ്, 2 ഡേ, 3 ഡേ, അങ്ങനെ എത്ര വേണമെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ്. ഞാനെടുത്തിട്ടുള്ള ഈ ഡിലക്സ് റൂമിന് എനിക്ക് വന്നത് ടാക്സ് അടക്കം 3100 രൂപയാണ്. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ 0484 ലോഞ്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഈ നമ്പറിലേക്ക് നേരത്തെ ബുക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ അറിയാത്തവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.